അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഡിഫറൻറ്റ് സിസ്റ്റംസ് ആണ്. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും ഒന്ന് രണ്ട് സിസ്റ്റം തരും, എന്നിട്ട് അതിനകത്ത് നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ആൾറെഡി അറിയാം നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ നമ്മൾ കണ്ടതാണ്. നാച്ചുറൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? 3 മെത്തേഡാണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് എന്താണ് നമ്മുടെ ന്യൂട്ടൺസ് മെത്തേഡ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം മെത്തേഡ് എന്ന് വിളിക്കും. ഈ മെത്തേഡ് നമ്മുടെ ഡി എലമെന്റ്സ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എനർജി മെത്തേഡ് എന്ന് വിളിക്കും. അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ചിട്ടാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒന്നാണ് റെയിലേ മെത്തേഡ് എന്ന് പറയും. അതായത് മാക്സിമം കൈനറ്റിക് എനർജി ഈക്വൽ ടു മാക്സിമം പൊട്ടൻഷ്യൽ എനർജി എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു മാസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് 2 പുള്ളിയുടെ സഹായത്തോടു കൂടി. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്കറിയാം എം ജി ഈസ് ഈക്വൽ ടു എസ് ഡെൽറ്റ. അതെ, എം ജി സീറോ നമുക്ക് ഒറ്റ സ്പ്രിംഗ് മാസ് സിസ്റ്റമാണ് ഉള്ളതെങ്കിൽ എം ജി എന്ന് പറയുന്നത് എസ് ഡെൽറ്റ ആണ്. അതിൽ നിന്ന് നമുക്ക് എസ് ബൈ എം ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എസ് ബൈ എം ഈസ് ഈക്വൽ ടു ജി ബൈ ഡെൽറ്റ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒമേഗ എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ബൈ എം അല്ലെങ്കിൽ റൂട്ട് ഓഫ് ജി ബൈ ഡെൽറ്റ. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിലെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കും. ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ജി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, നമുക്കറിയാം അല്ലെ. 9.8 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഡെൽറ്റ മാത്രം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ സ്പ്രിംഗ് സ്റ്റിഫ്നെസ്സും അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൽറ്റ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? സ്പ്രിംഗ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു സ്പ്രിംഗ് സ്റ്റിഫ്നെസ് എസ് ഇൻറ്റു ഡെൽറ്റയാണ്. അതിൽ നമുക്ക് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ എന്തെടുത്താൽ മതി? സ്പ്രിംഗ് സ്റ്റിഫ്നെസ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ സ്പ്രിങ്ങിലും ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണം, അതിൻ്റെ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് അറിഞ്ഞിരിക്കണം. ഡെൽറ്റ എന്നുള്ളത് അതിനുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. അപ്പോൾ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അത് വരും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്പ്രിങ്, ഈ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ മാസ് എം താഴേക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അതെന്താണ്? വെയിറ്റ് ആണ് അല്ലേ. ആ വെയിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡബ്ല്യു എന്നൊരു വെയിറ്റ് ആക്ട് ചെയ്യും. അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെയും ഡബ്ല്യു എന്നുള്ള വെയിറ്റ് ആക്ട് ചെയ്യും. രണ്ടും ഡൗൺവേർഡ് ആണ്. അപ്പം എസ് എന്ന് പറയുന്ന ഈ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്നുള്ളത് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു അഥവാ 2W. ഇനി നമ്മൾ രണ്ടാമത്തെ സ്പ്രിങ് എടുത്ത് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും ഇത് ഡബ്ല്യു എമൗണ്ട് ആണ് ഇവിടുത്തെ ഫോഴ്സ്, ഇവിടുത്തതും ഡബ്ല്യു ആണ്. റിയാക്ഷൻ എന്നുള്ളത് ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സ് എന്നുള്ളത് ഡബ്ല്യു പ്ലസ് ഡബ്ല്യു, അവിടെ എന്ത് ചെയ്യുന്നത്? 2W. അപ്പോൾ ഫോഴ്സ് ഇൻ ഈച്ച് സ്പ്രിങ്, ഓരോ സ്പ്രിങ്ങിലും ഉണ്ടാകുന്ന ഫോഴ്സ് 2W ആണ്. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ നോക്കാനായിട്ട് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ സ്പ്രിങ്ങിന്റെ ഡിഫ്ലക്ഷൻ എത്രമാത്രം നമ്മുടെ മാസിന് കിട്ടുന്നു എന്ന് നോക്കണം. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പ്രിങ്ങിൽ 1 mm ഡിഫ്ലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാസിന് എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാകും എന്ന് നമ്മളൊന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ സ്പ്രിങ്, ഒന്നാമത്തെ സ്പ്രിങ് എടുക്കുകയാണ്, S1 എന്ന് പറഞ്ഞ സ്പ്രിങ് 1 mm താഴേക്ക് വരികയാണെന്ന് വിചാരിക്കുക. 1 mm താഴേക്ക് വരിക. അപ്പോൾ 1 mm താഴേക്ക് വരുമ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന്, അതായത് ഞാൻ ഈ പുള്ളി ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഈ സൈഡിൽ നിന്ന് 1 mm എന്ത് ചെയ്യും? താഴേക്ക് വരും അല്ലേ. അതേപോലെ ഈ സൈഡിൽ നിന്ന് 1 mm എന്ത് ചെയ്യും? ഈ സൈഡിലേക്ക് വരും. അപ്പോൾ ടോട്ടൽ ഇവിടെ സ്പ്രിങ് 1 mm താഴേക്ക് വരുമ്പോഴത്തേക്ക് മാസിന് അതിൻ്റെ ഡബിൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതായത് 2 mm താഴേക്ക് വരും. മനസ്സിലായോ? അപ്പം ഈ സ്പ്രിങ് 1 mm താഴേക്ക് വരുമ്പോൾ മാസിന് 2 mm ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഡബിൾ ഡിഫ്ലക്ഷൻ ആണ് ഉണ്ടാകുന്നത് അല്ലേ. അതായത് സ്പ്രിങ്ങിന്റെ ഡബിൾ ഡിഫ്ലക്ഷൻ മാസിനുണ്ടാവും. അതുപോലെ നമ്മൾ ഈ സ്പ്രിങ് നോക്കിക്കഴിഞ്ഞാലും ഈ സ്പ്രിങ് 1 mm മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ സൈഡിൽ നിന്ന് 1 mm ഇങ്ങോട്ട് വരികയും ചെയ്യും. ഈ സൈഡിലുണ്ടായിരുന്ന 1 mm എന്ത് ചെയ്യും? മുകളിലേക്ക് പോവുകയും ചെയ്യും. അപ്പം ടോട്ടൽ അവിടെയും എന്തുണ്ടാവും? 2 mm എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. അതായത് മാസിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡിഫ്ലക്ഷൻ ഓഫ് S1 പ്ലസ് 2 ഇൻറ്റു ഡിഫ്ലക്ഷൻ ഓഫ് S2 എന്ന് പറയുന്ന സ്പ്രിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ രീതിയിലാണ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഓഫ് മാസ് M എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ് 1ഉം ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ് 2. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഒന്നാമത്തെ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2W ഡിവൈഡഡ് ബൈ അവിടുത്തെ സ്പ്രിങ് സ്റ്റിഫ്നെസ് S1, നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ട് അല്ലേ. അതേപോലെ രണ്ടാമത്തെ സ്പ്രിങ്ങിലാണെങ്കിൽ 2W ബൈ S2. അവിടെ നിന്നിട്ടും ഈ 2W പുറത്തെടുത്തു. അപ്പം എന്ത് വരും? 2 ഇൻറ്റു 2 4 വരും അല്ലേ. അങ്ങനെ വരും 2 ഇൻറ്റു 2W ഇൻറ്റു 1 ബൈ S1 പ്ലസ് 1 ബൈ S2 ഇങ്ങനെയല്ലേ വരിക. അതായത് 2 ഇൻറ്റു 2 4W ആവും. W എന്നുള്ളത് mg ആവും അല്ലേ. മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്കറിയാം 1 ബൈ S1 പ്ലസ് 1 ബൈ S2 എങ്ങനെ എഴുതാം? S1 പ്ലസ് S2 ബൈ S1 S2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്കിവിടെ ടോട്ടൽ ഡിഫ്ലക്ഷൻ എത്രയെന്ന് കിട്ടി. അതിൽ നിന്ന് ഒമേഗ n ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
ജി ബൈ ഡെൽറ്റ. ജി അറിയാം, ഡെൽറ്റ എന്ന് പറയുന്നത് S1S2. ഇത് ഡെൽറ്റനെ ഇൻവേഴ്സ് ആയിട്ട് എഴുതണം, തിരിച്ചെഴുതണം അല്ലേ, ഡിനോമിനേറ്റർ ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ S1S2 ഡിവൈഡഡ് ബൈ 4mg S1 പ്ലസ് S2. അതിൽ നമുക്ക് ഫൈനൽ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയെന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തത്. ഇനി നമുക്ക് അടുത്ത കണ്ടീഷനിലേക്ക് പോവാം. ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കി കാണാൻ പറ്റും. ഇവിടെയും ഒരു സ്പ്രിങ്, ഒരു പുള്ളിയുണ്ട്, 2 സ്പ്രിങ് ഉണ്ട്, അതിന് താഴെ ഒരു മാസ് ഫിക്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടതാണ് ഓരോ സ്പ്രിങ്ങിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇത് സ്പ്രിങ് S1 ആണ്, ഇത് സ്പ്രിങ് S2 എന്നുള്ള സ്പ്രിങ് ആണ്. അപ്പം S1 എന്ന സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ W എന്ന് പറയുന്ന കംപ്ലീറ്റ് ഫോഴ്സ് എന്ത് ചെയ്യും, അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ S1 ഫസ്റ്റ് സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് W. ഇനി അടുത്തിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ പുള്ളിയുടെ മിഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ മാസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പുള്ളിയാണെങ്കിൽ 2 സൈഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ടോട്ടൽ വെയിറ്റ് എന്ത് ചെയ്യും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഈ സൈഡിൽ W/2 എന്ന് പറഞ്ഞ ഫോഴ്സും ഈ സൈഡിൽ W2 എന്ന് പറഞ്ഞ ഫോഴ്സ്. അപ്പം S2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്പ്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് W/2. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യണം. ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് S1 എന്ന് പറഞ്ഞ സ്പ്രിങ് 1 mm താഴേക്ക് പോകുമ്പോഴത്തേക്ക്, S1 എന്ന് പറഞ്ഞ സ്പ്രിങ് 1 mm താഴേക്ക് പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മളുടെ മാസ് എന്ത് ചെയ്യും, 1 mm താഴേക്ക് പോകും. അപ്പോൾ അത് രണ്ടിനും സെയിം ഡിഫ്ലക്ഷൻ ആയിരുന്നു. എത്രമാത്രം S1 ഡിഫ്ലക്റ്റ് ആവും അത്ര തന്നെ മാസം ഡിഫ്ലക്റ്റ് ആവും. ഇനി നമ്മളിവിടെ നോക്കുകയാണ്, S2 എന്ന് പറയുന്ന സ്പ്രിങ് 1 mm താഴേക്ക് പോകുന്നു, 1 mm താഴേക്ക് പോകുന്നു. അങ്ങനെ 1 mm താഴേക്ക് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന വെച്ചോ, പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തു. 1 mm താഴേക്ക് വരുന്ന സമയത്ത് ഈ സൈഡിൽ നിന്ന് 1 mm താഴേക്ക് വരുമോ, ഇല്ല. പകരം എന്ത് ചെയ്യും, ഈ 1 mm നിന്ന് 0.5 mm ഈ സൈഡിലോട്ട് കയറും അല്ലേ. അപ്പം നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്ര 1 mm ആണ് ഉണ്ടാകുന്നതെങ്കിൽ 0.5 mm എന്ത് ചെയ്യത്തുള്ളൂ, അത് മാസിനെ ഡിഫ്ലക്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതായത് സ്പ്രിങ് 2-ന് എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നോ അതിൻ്റെ പകുതി ഡിഫ്ലക്ഷൻ ആർക്കുണ്ടാകത്തുള്ളൂ, ഈ മാസിന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മാസിന്റെ ടോട്ടൽ ഡിഫ്ലക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ S1 എത്ര ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നോ അത്രയും ഡിഫ്ലക്ഷൻ കിട്ടും. അത് Δ1 എന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതാം. പ്ലസ് രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഈ S2 എന്ന് പറയുന്ന S2 എന്ന് പറഞ്ഞ സ്പ്രിങ്ങിന് ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ Δ2 ആണെങ്കിൽ Δ2 തന്നെ എന്തിന് കിട്ടത്തില്ല, നമ്മളുടെ ഈ വെയിറ്റിന് കിട്ടത്തില്ല, അതിന്റെ പകുതിയെ കിട്ടത്തുള്ളൂ, 1/2 Δ2 കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഡിഫ്ലക്ഷൻ ഓഫ് മാസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ് 1 പ്ലസ് 1/2 ഡിഫ്ലക്ഷൻ ഓഫ് സ്പ്രിങ് 2. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം W = വരും W, അവിടുത്തെ ഫോഴ്സ് നമുക്കറിയാം, നമുക്ക് ഇക്വേഷൻ അറിയാം, Δ = F/S ആണ്. ഇവിടെ F എന്ന് പറഞ്ഞാൽ നമുക്ക് W വെയിറ്റ് ആണ്, W/S. അപ്പോൾ ഈക്വൽ ടു Δ എന്ന് പറയുന്നത് ഒന്നാമത്തെ അവിടുത്തെ ഫോഴ്സ്, ഒന്നാമത്തെ സ്പ്രിങ്ങിലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ W ആണ് ബൈ S1 പ്ലസ് 1/2 W/2, അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ W/2 ബൈ S2. അപ്പോൾ അതിൽ നമുക്ക് എന്നിട്ട് W കോമൺ ആയിട്ട് എടുക്കാം. W കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് mg ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ അപ്പോൾ ഇവിടെ എന്ത് വരും, 1/S1 വരും പ്ലസ് 2 ക്യാൻസൽ ആകത്തില്ല, ഈ 2ഉം താഴെ വരും അല്ലേ. W/2 അല്ലേ, W/2 ആകുമ്പോൾ ഈ 2ഉം താഴെ വരും, 2 × 2 എന്ന് വരും, അപ്പം 4s2 എന്ന് വരും. അപ്പോൾ mg ഇൻറ്റു 4s2 പ്ലസ് S1/4S1S2 അല്ലേ. ഡിനോമിനേറ്റർ ഇത് ഗുണിക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ. 4S1S2 എന്ന് വരും, 4s2 ഇവിടെ വരും, S1 ഇവിടെ വരും, കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഡിഫ്ലക്ഷൻ കിട്ടി. ഡിഫ്ലക്ഷൻ അറിയാമെങ്കിൽ ω(n) √of g/Δ. ഡെൽറ്റ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് നമുക്ക് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം മാത്രമാണ്. ഇതിന് 1 mm ഡിഫ്ലക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഡിഫ്ലക്ഷൻ ഇതിൽ മാസിന് എത്രമാത്രം കിട്ടുന്നു എന്ന് നോക്കുക, ചെക്ക് ചെയ്യുക. എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ അങ്ങനെയാണ്. സ്പ്രിങ് നോക്കുമ്പോഴത്തേക്ക് സ്പ്രിങ്ങിന് ഒരു ഡിഫ്ലക്ഷൻ കൊടുത്തു പോകുക, ആ ഡിഫ്ലക്ഷൻ മാസിന് എത്ര കിട്ടുന്നു നോക്കുക. സെയിം ഡിഫ്ലക്ഷൻ കിട്ടുന്നെങ്കിൽ അത് തന്നെ ഡയറക്റ്റ് എഴുതാം. പകുതിയെ കിട്ടുകയാണെന്നല്ലെങ്കിൽ 1/2 എടുക്കുക. ഡബിൾ കിട്ടുമെങ്കിൽ 2 × ഡിഫ്ലക്ഷൻ എടുക്കുക. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 1 mm താഴേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, 0.5 mm ഡിഫ്ലക്ഷൻ നമുക്ക് താഴോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് 1/2 Δ2 എന്ന് നമ്മൾ എടുത്തത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയുടെ ഇടയിൽ അടുത്തൊരു പ്രോബ്ലമാണ്. ഇവിടെ നമുക്ക് കാരണം ഒരു U2 മാനോമീറ്റർ ഉണ്ട്. ഈ U2 മാനോമീറ്ററിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ അവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ ഞാൻ ക്യാപിറ്റൽ A എന്നെടുത്തു. അതിനകത്തുള്ള ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി ρ എന്നെടുത്തു. ഓക്കെ, എന്നെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഇവിടുത്തെ നാച്ചുറൽ ഫ്രീക്വൻസി ഇത് ഓസിലേറ്റ് ചെയ്യല്ലേ. ഇപ്പോൾ ഇതിനെ ഒരു എക്സ് എമൗണ്ട് മുകളിലേക്ക് ഞാൻ ഉയർത്തി വെച്ചിരിക്കുകയാണ് അല്ലെ, ഒരു എക്സ് എമൗണ്ട് മുകളിലേക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ്. റിലീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നാച്ചുറൽ ഫ്രീക്വൻസി എത്രയെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സെക്കൻഡ് മെത്തേഡായ എനർജി മെത്തേഡാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യണം.
അപ്പോൾ ടോട്ടൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ അറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ്. ഹാഫ് ഇൻറ്റു മാസ് എന്ന് പറയുന്നത് ഇവിടെ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ലെങ്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതൊട്ട് ഇതുവരെ ടോട്ടൽ ലെങ്താണ്, റോ എ എൽ എന്ന് കിട്ടും. വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എം ജി എച്ച് എന്ന ഇക്വേഷൻ അല്ലേ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ആണ്. അവിടെ മാസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എ ഇൻറ്റു ജി അല്ലേ, റോ ഇൻറ്റു എ ഇൻറ്റു എക്സ് ഇൻറ്റു ജി. മാസ് എന്ന് പറയുന്നത് എം ജി എച്ച് അല്ലേ. എം എന്ന് പറയുന്നത് റോ ഇൻറ്റു എ ഇൻറ്റു എക്സ് അല്ലേ, എക്സ് ഇൻറ്റു ജി. എച്ച് എന്ന് പറയുന്നത് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് മുകളിലേക്ക് വരുന്നത്. അപ്പം റോ ഇൻറ്റു എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ അത്രയും പാർട്ട് മാത്രമാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലേ. ഇതായത് ഈ ഒരു നമ്മൾ ലെവൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ 2x അല്ല, ഇവിടെ എക്സ് ആണ് കേട്ടോ. ഈ ലെവൽ എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എക്സ് ആണ് മുകളിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും പാർട്ടാണ് പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പാർട്ടിന്റെ മാസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എ ഇൻറ്റു എക്സ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ആ ഹൈറ്റ്. അപ്പോൾ അത് നമുക്ക് റോ ഇൻറ്റു എ ഇൻറ്റു ജി എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം കോൺസ്റ്റന്റ് ആണ് എന്നാണ് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഇസിക്കൽ ടു കോൺസ്റ്റന്റ്. നമ്മൾ വെലോസിറ്റിക്കാണ് ഇവിടെ എക്സ് ഡോട്ട് അടിക്കുന്നത് കേട്ടോ, അത് ഓർത്തോണം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ടു 0 വരും അല്ലേ. അപ്പോൾ ആ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഈക്വൽ ടു 0 1/2 ഇൻറ്റു റോ ഇൻറ്റു എ ഇൻറ്റു എൽ. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. എക്സ് വെലോസിറ്റി മാത്രം ചേഞ്ച് ആവും അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ഡോട്ട് സ്ക്വയർ അതെന്താവും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് ഡോട്ട് ഇൻറ്റു അല്ലെ, എക്സ് ഡോട്ട് ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് എന്ന് വരും, എക്സ് ഡബിൾ ഡോട്ട്. അപ്പം ഈ 2ഉം ഇവിടെ ഡിനോമിനേറ്റർ ഈ 2ഉം ക്യാൻസൽ ആവും. ബാക്കി എന്ത് വരും, റോ എ എൽ എക്സ് ഡോട്ട് എക്സ് ഡബിൾ ഡോട്ട് എന്ന് വരും. പ്ലസ് 2x ഇവിടെ എന്താണ് എക്സ് സ്ക്വയർ അല്ലേ, എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും 2x ഇൻറ്റു എക്സ് ഡോട്ട് എന്ന് വരും അല്ലേ, 2x ഇൻറ്റു എക്സ് ഡോട്ട്. അപ്പോൾ എന്ത് വരും 2 ഇൻറ്റു റോ എ ജി എക്സ് ഇൻറ്റു എക്സ് ഡോട്ട് ഈക്വൽ ടു 0. ഇനി കോമൺ ആയിട്ടുള്ള ടേമുകളെല്ലാം കളയുക. ഇവിടെ റോ ഉണ്ട്, ഇവിടെ റോ ഉണ്ട് കളയും അല്ലേ. ഇവിടെ എക്സ് ഡോട്ട് ഉണ്ട്, ഇവിടെ എക്സ് ഡോട്ട് ഉണ്ട്, അത് കളയും. ഇവിടെ ഏരിയ ഉണ്ട്, ഇവിടെ ഏരിയ ഉണ്ട്, കളയും. ബാക്കി എന്ത് വരും, എൽ ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 2 ഇൻറ്റു ജി ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. നമുക്കിപ്പം കോമൺ മോഡലായല്ലോ. നമുക്ക് എന്താണ് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ഈ എല്ല് ഇവിടെ വരുമ്പോഴത്തേക്ക് വരും 2g/l എന്ന് വരും അല്ലേ, എല്ല് പുറത്ത് വരുമ്പോൾ. അപ്പം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് 2g/l എക്സ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് ഒമേഗ എൻ എന്ന് പറയുന്നത് √2g/l എന്ന് കിട്ടും. അത് സർക്കുലർ നാച്ചുറൽ ഫ്രീക്വൻസി, ഇത് ലീനിയർ നാച്ചുറൽ ഫ്രീക്വൻസി. നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് പറയാല്ല, രണ്ടിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി തന്നെ പറയാറ്. Fn is equal to 1/2π into √2 into 9.81. ഇത് ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം നമുക്ക് നോക്കണ്ട, ആ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. 1/2π into √2g/l എന്ന് വരും, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാനുള്ളത് അടുത്ത ഒരു സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഇവിടെ എന്താണ് ഒരു റോളർ ഉണ്ട്. ഈ റോളർ എന്ത് ചെയ്യുന്നു, അതിനൊരു കെ എന്നൊരു മാസ് വെച്ച് ഫിക്സ് ചെയ്യിക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെന്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിന് ട്രാൻസ്വേഴ്സ് മൂവ്മെന്റ് ഉണ്ട് അല്ലേ, ഇത് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. കൂടാതെ ഈ റോളർ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. റോളർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് മോഷൻ അവിടെ, റൊട്ടേഷൻ മോഷനും ഉണ്ട്, ലീനിയർ മോഷനും ഉണ്ട്. ഓക്കെ, നമ്മളുടെയും എന്താണ് ന്യൂട്ടൺസിന്റെ എനർജി, നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി മെത്തേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേറ്ററി മോഷൻ, കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേറ്ററി മോഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേറ്ററി മോഷൻ. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഈ സ്പ്രിങ്ങിന്റെ ഫോഴ്സും ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ആദ്യം കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേറ്ററി മോഷൻ ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് എം ഇൻറ്റു വിക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, എക്സ് ഡോട്ട് കൊടുക്കും അല്ലേ. വെലോസിറ്റിക്ക് നമ്മൾ എക്സ് ഡോട്ടും ആക്സലറേഷന് എക്സ് ഡബിൾ ഡോട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ. d2x/dt² എന്നാണ് കാണിച്ചത്. ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളത് എക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഹാഫ് ഇൻറ്റു എം എക്സ് സ്ക്വയർ എം എക്സ് ഡോട്ട് സ്ക്വയർ എന്നിട്ട് പ്ലസ് ഐ ഹാഫ് റൊട്ടേറ്ററി അല്ല, റൊട്ടേഷൻ ഫീൽഡ് ആകുമ്പം മാസിന്റെ ഭാഗത്ത് എന്ത് വരും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരും. നമ്മുടെ എക്സിന്റെ ഭാഗത്ത് തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, അതായത് ഇനിഷ്യലി സ്പ്രിങ്ങിന്റെ ഉണ്ടായിരുന്ന ഫോഴ്സ്, സ്പ്രിങ് ഫോഴ്സ് ഇനിഷ്യലും ഫൈനലും കണ്ടുപിടിക്കണം. മീൻ സ്പ്രിങ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ്.
അപ്പോൾ ഇനിഷ്യലി സ്പ്രിംഗ് ഫോഴ്സ് എത്ര വരും എന്ന് വെച്ചാൽ അവിടെ എക്സ് 0 ആണ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ആ സമയത്ത് സ്പ്രിംഗ് ഫോഴ്സ് 0 ആണ്. ഇനി രണ്ടാം സമയത്ത് എക്സ് ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോഴത്തേക്ക് അവിടെ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് കെ ആണെങ്കിൽ കെ ഇൻറ്റു എക്സ് ആണ്. സ്പ്രിംഗ് സ്റ്റിഫ്നെസ് ചിലയിടത്ത് നമ്മൾ കെ കൊണ്ടും എക്സ് കൊണ്ടും രണ്ടും കൊണ്ടും കാണിക്കാം, എസ് കൊണ്ടും കാണിക്കാം, കെ കൊണ്ടും കാണിക്കാം. അപ്പോൾ കെ ഇൻറ്റു എക്സ് എന്ന് വരും. അപ്പോൾ ആവറേജ് വരും, മീൻ എന്ന് പറയുമ്പോൾ എന്താണ് ആവറേജ് 0 + kx/2 എന്ന് വരും അല്ലേ. അപ്പം kx/2 എന്ന് വരും ഇൻറ്റു നമ്മുടെ ഇവിടെ നിന്നാണ് ഡിസ്പ്ലേസ്മെന്റ് എത്ര വരും, എക്സ് ആകുമ്പോഴത്തേക്ക് എന്ത് കിട്ടും നമുക്ക് kx²/2 എന്ന് വരും. അതായത് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന രീതിയാണ് പറഞ്ഞത്. മീൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, മീൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. മീൻ ഫോഴ്സ് എന്ന് പറയുമ്പം ആദ്യത്തെ ഇനിഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 0, എക്സ് ഡിസ്പ്ലേസ്മെന്റ് 0, ഫോഴ്സ് എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ്. അപ്പോൾ ആവറേജ് അല്ലെങ്കിൽ മീൻ ഫോഴ്സ് എന്ന് പറയുന്നത് 0 + kx/2, അതിൽ നിന്ന് kx/2 എന്ന് കിട്ടും. അപ്പോൾ മീൻ ഫോഴ്സ് ആയി ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ്, അപ്പോൾ എന്താ വരും kx²/2 എന്ന് വരും. അതാണ് ഈ kx²/2 കിടക്കുന്നത്. ഓക്കെ, ഇനി എന്തെന്ന് വെച്ചാൽ അടുത്ത നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ 1/2 ഇൻറ്റു എം ഇൻറ്റു നമുക്കെല്ലാം ഇപ്പം എക്സിലും തീറ്റയിലിട്ട് കിടക്കാം. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഒന്നിലോട്ടാക്കണം അല്ലേ. അപ്പം നമുക്കറിയാം v = r⍵ എന്ന് പറയാം അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ എക്സ് ഡോട്ട് വെലോസിറ്റി നമ്മൾ എക്സ് ഡോട്ട് കാണിക്കുന്നു, r ഇൻറ്റു ഡബ്ല്യൂന് പേര് നമ്മൾ എന്താണ് ഇവിടെ തീറ്റ ഡോട്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്, മനസ്സിലായി, തീറ്റ ഡോട്ട് എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്കും എം ഇൻറ്റു എക്സ് ഡോട്ട് മാറിയിട്ട് r² തീറ്റ ഡോട്ട് സ്ക്വയർ, തീറ്റയുടെ മുകളിൽ ഡോട്ട് ഉണ്ട്, ഡോട്ട് സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു ഈ റോളറിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 1/2 mr², ആണ്. അതില്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യ 1/2 mr² ആണ് ഇൻറ്റു തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു കെ ഇൻറ്റു എക്സ് എന്തായിട്ട് മാറും r² തീറ്റ² ആയിട്ട് മാറും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ സം ചെയ്യുക, ഈ രണ്ട് ടൈം കൂടി ഒന്ന് സം ചെയ്യാൻ പറ്റും അല്ലേ. ഇത് 1/2 mr² തീറ്റ ഡോട്ട് സ്ക്വയറും ഇത് 1/4, 1/2 1/4, 1/2 പ്ലസ് 1/4 വരും. ടോട്ടൽ എത്രയായി, എന്താണ് 1/2 പ്ലസ് ക്വാർട്ടർ എത്ര വരും 3/4 വരും അല്ലേ. അപ്പോൾ 3/4 mr² അല്ല m² ഇല്ല mr² തീറ്റ ഡോട്ട് സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു കെ ഇൻറ്റു r² തീറ്റ² ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി നമുക്ക് നേരത്തെ ചെയ്തത് തന്നെ ടോട്ടൽ എനർജിയാണിത്. ടോട്ടൽ എനർജി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറയണം, ഈക്വൽ ടു 0 പറയണം. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 3/4 മാസ്, അതേപോലെ r² കോൺസ്റ്റന്റ്, ഇതുവരെ കോൺസ്റ്റന്റ് അല്ലേ, ഇതുവരെ കോൺസ്റ്റന്റ്. ബാക്കി തീറ്റ ഡോട്ട് സ്ക്വയർ എന്താവും 2 തീറ്റ ഡോട്ട് ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട്, അതാണ് ഇവിടെ 2 തീറ്റ ഡോട്ട് തീറ്റ ഡബിൾ ഡോട്ട്, ഇവിടെ ഡോട്ട് ഉണ്ട്, ഇവിടെ ഡബിൾ ഡോട്ട് ആണ്, പ്ലസ് കെ ഇൻറ്റു r² കോൺസ്റ്റന്റ് ആണ്, kr² കോൺസ്റ്റന്റ് ആണ്. തീറ്റ² എന്തായിട്ട് മാറും 2 തീറ്റ ഡോട്ട് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ തീറ്റ താഴെ പോണ്ട്, തീറ്റ ഡോട്ട് താഴെ പോണ്ട്. ആ 2 എവിടെ പോയി, ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി, മനസ്സിലായില്ലേ. അപ്പം kr² തീറ്റ ഡോട്ട് ഈക്വൽ ടു 0. ഇനി ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ടേമുകളെല്ലാം കളയുക. ഇവിടെ ഒരു തീറ്റ ഡോട്ട് ഉണ്ട്, ഈ തീറ്റ ഡോട്ടും ഇവിടുത്തെ തീറ്റ ഡോട്ടും കളയുക. ഓക്കെ, ഇവിടെ ഈ 2 ഈ 4ഉം ഈ 2ഉം കൂടി ക്യാൻസൽ ആയി, ഇവിടെ 3/2 ആവും. അപ്പോൾ അത് 3/2 ആയി. m ഇൻറ്റു r² തീറ്റ ഡബിൾ ഡോട്ട് ആയി പ്ലസ് kr² ഈ തീറ്റ ഡോട്ട് നേരത്തെ പോയായിരുന്നു, ബാക്കി തീറ്റ മാത്രം വരും ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നമുക്കറിയാം എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ω(n) തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ ആ ഫോമിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടും ω(n) ഈക്വൽ ടു √2k/3 എന്ന് കിട്ടും. അത് നോക്കാം, ഇത് കൂടി നോക്കണം. ഇത് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, K2ന്റെ പഴയ പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സിസ്റ്റം നോക്കാം. ഈ സിസ്റ്റം ഇവിടെ ഒരു മാസ് ഉണ്ട്. ഈ മാസ് ഒരു സ്ട്രിങ്ങിൽ കണക്ട് ചെയ്യുന്ന അതിൻ്റെ ലെങ്ത് L ആണ്. ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട്, സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് K ആണ്, സ്പ്രിംഗ് സ്റ്റിഫ്നെസ് K ആണ്. അപ്പോൾ നമ്മൾ ഇതിലാ നോക്കുകയാണെങ്കിൽ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടോർക്ക് എന്ന് പറയുന്നത് J ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട്. അപ്പോൾ J എന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, തീറ്റ ഡബിൾ ഡോട്ട് എന്ന് വെച്ചാൽ എന്താണ് ആംഗുലർ ആക്സലറേഷൻ. നമുക്കറിയാമല്ലോ തീറ്റ ഡബിൾ ഡോട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, d² θ/dt² എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, അഥവാ ആൽഫ ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടോർക്കുകൾ, റെസിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒന്ന് ഈ മാസ് കാരണം
ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. രണ്ടെന്ന് പറയുന്നത് ഈ സ്പ്രിങ്ങിന്റെ ഫോഴ്സ് കാരണം ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഈ മാസ് കാരണം റെസിസ്റ്റൻസ് ഇപ്പോൾ ഇത് ഉണ്ടാകുന്നത് ഇങ്ങോട്ടാണ്, അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് അല്ലേ. അതായത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വെയിറ്റ് എം ജി എന്ന് പറഞ്ഞാൽ ഈ വെയിറ്റ് നമുക്ക് രണ്ട് കമ്പോണന്റ് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഈ സ്ട്രിങ്ങിന്റെ അതേ ഡയറക്ഷനിൽ, അതായത് എല്ലാം എന്ന് പറയുന്ന സ്ട്രിങ്ങിന്റെ അതേ ഡയറക്ഷനിൽ നേരെ ഈ ഡയറക്ഷൻ അല്ലേ. അതെന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും. ഇവിടെ തീറ്റ ആയതുകൊണ്ട് ഇതും തീറ്റയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എം ജി കോസ് തീറ്റ അല്ലേ. അതേപോലെ അതിൻ്റെ ഈ കമ്പോണന്റ് അല്ലേ, ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റ. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്നത്, അപ്പം നമ്മൾ പറഞ്ഞു ടോർക്ക് ഉണ്ടാകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ റെസിസ്റ്റിംഗ് ചെയ്യുന്ന ടോർക്കാണ് ഇത് എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുത്തതുകൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് മൈനസ് എം ജി സൈൻ തീറ്റ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് അല്ലേ. ഈ ഡിസ്റ്റൻസ് ആണ് എൽ, അതാണ് ഇവിടെ കിടന്നത് എൽ മൈനസ്. ഇനി നമുക്ക് സ്പ്രിങ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലേ. സ്പ്രിങ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ സ്പ്രിങ് ഇരുന്നത് അല്ലേ. സ്പ്രിങ് ഇതുവരെയാണ് ഇരുന്നത്. സ്പ്രിങ്ങിന്റെ എക്സ്റ്റൻഷൻ ഇത്രയും ദൂരം ഒന്ന് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് അല്ലേ. ഇത്രയും ദൂരം ഒന്ന് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ പോയിന്റിനെ ഇവിടെയുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്, ഇതിനായിട്ട് കണക്ട് ചെയ്യണം. അതായത് വെച്ചാൽ പാരലൽ ടു ഈ എം ജി സൈൻ തീറ്റ എന്നുള്ള ലൈൻ രീതിയിൽ ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് തൊട്ട് ഇതുവരെയുള്ള നീളം എന്ന് പറഞ്ഞത് എന്താണ്? എ ആണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ദൂരം, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോസ് തീറ്റ ആണ് അല്ലേ. ഈ ഡിസ്റ്റൻസ് ഇതെന്തായിരിക്കും? എ സൈൻ തീറ്റയാണ് അല്ലേ. എ സൈൻ തീറ്റയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കെ എന്ന് പറയുന്ന സ്പ്രിങ് സ്റ്റിഫ്നെസ് ഉള്ള ഈ സ്പ്രിങ് എന്താണ്? റെസിസ്റ്റിംഗ് ടോർക്ക്. അതായത് ഈ ഇത്രയും ഡിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് വരുന്നത് അല്ലേ. ഇത്രയും ഡിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് വരുന്നത്. ആ ഡിസ്റ്റൻസ് അതാണ് എ സൈൻ തീറ്റ, അല്ലെങ്കിൽ ആ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എ സൈൻ തീറ്റയാണ്. സ്പ്രിങ്ങിന്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എ സൈൻ തീറ്റയാണ്. അപ്പോൾ അങ്ങനെ വരും കെ ഇൻറ്റു എ സൈൻ തീറ്റ, അതായത് സ്പ്രിങ് കോൺസ്റ്റന്റ് ഇൻറ്റു അതിന്റെ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇതെന്താ? ഇത് ഫോഴ്സ് ആയി. ഇനി ആ ഡിസ്റ്റൻസ്, അതായത് അതിന്റെ പോളാർ ഇനർഷ്യ എടുക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ ടോർക്ക് എടുക്കാനുള്ള ഡിസ്റ്റൻസ്, ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ദി ഫിക്സഡ് പോയിന്റ്. ഈ പോയിന്റ് അബൌട്ട് ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ പോയിന്റ് അബൌട്ട് ആയിട്ട്. അപ്പോൾ ഈ പോയിന്റ് അബൌട്ട് ആയിട്ട് ആകുമ്പോഴത്തേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ കോസ് തീറ്റ. അതാണ് ഇവിടെ എ കോസ് തീറ്റ വന്നത്. മനസ്സിലായി? അപ്പോൾ ഇത്രയും കാര്യം. ഒന്നെന്ന് പറയുന്നത് പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതായത് ഇതിന്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അത് ജെ ഇൻറ്റു തീറ്റ ഡബിൾ ഡോട്ട്, അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ജെ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ വരും. എം എൽ സ്ക്വയർ ജെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എം ഇൻറ്റു എൽ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ ടോർക്ക് ഈക്വൽ ടു എം ജി, അതായത് മാസ് കാരണം ഉണ്ടാകുന്ന റെസിസ്റ്റിംഗ് ടോർക്ക് എന്ന് വെച്ചാൽ അതിന് രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ സ്പ്രിങ്ങിന്റെ അതേ ഡയറക്ഷനിലും, മറ്റൊന്ന് നമ്മുടെ ടോർക്കിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ. ഒപ്പോസ് ചെയ്യുന്ന രീതി പറയുന്നത് എം ജി സൈൻ തീറ്റ, അതാണ് ഒപ്പോസിഷൻ വന്നുകൊണ്ട് മൈനസ് വന്നത്. എം ജി സൈൻ തീറ്റ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ഈ പോയിന്റിൽ നമ്മൾ എടുക്കുന്നത് ഡിസ്റ്റൻസ് എത്ര? എൽ. എം ജി സൈൻ തീറ്റ ഇൻറ്റു എൽ. പിന്നെ വരുന്നത് കെ എന്ന് പറയുന്ന ഈ സ്പ്രിങ്, ഇത് ഇങ്ങോട്ട് വലത്തോട്ട് നീങ്ങുമ്പോഴത്തേക്ക് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് ആയിരിക്കത്തില്ല എന്ത് ചെയ്യുന്ന ഈ സ്പ്രിങ് എന്തായാലും വരുന്നത്, ഒരു ചരിവ് വരും. ആ ചരിവാണ് ഈ കിടക്കുന്നത്, ചെറിയ ചരിവാണ്. ചെറിയ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോഴത്തേക്ക് ചെറിയ തീറ്റ വെരി സ്മോൾ എന്ന രീതിയിൽ എടുക്കുന്നത്. തീറ്റ വെരി സ്മോൾ ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇത് എ ഡിസ്റ്റൻസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എത്ര വരും? നമ്മൾ ഇവിടെയാണ് 90 വരിക. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എ കോസ് തീറ്റ വരും, ഇത് എ സൈൻ തീറ്റ വരും. മനസ്സിലായോ? അപ്പോൾ 90 ഡിഗ്രി വരുന്നത് ഇവിടെയാണ്. മനസ്സിലായി? ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ വരിക. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് വരിക. ഇത് ഡിസ്റ്റൻസ് എ, ഈ ആംഗിൾ തീറ്റ. അപ്പോൾ ഇത് വരുന്നത് എ കോസ് തീറ്റ വരും, ഇതെന്ന് വരുന്നത് എ സൈൻ തീറ്റ വരും. മനസ്സിലായി? എ സൈൻ തീറ്റ വരും. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കെ ഇൻറ്റു ഇത് ഫോഴ്സ് ഇൻറ്റു സ്പ്രിങ്ങിന്റെ ഡിഫ്ലക്ഷൻ ഇൻറ്റു ഡിസ്റ്റൻസ്, നമുക്ക് മൊമെന്റ് ടോർക്ക് കിട്ടാൻ വേണ്ടി ഡിസ്റ്റൻസ്. ഓക്കെ. അതിനുശേഷം നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യുക. എം എൽ സ്ക്വയർ തീറ്റ ഡബിൾ ഡോട്ട്, ഇതിനകത്ത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആണ്. അപ്പം സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താവും? സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ. തീറ്റ ഇസ് വെരി സ്മോൾ, തീറ്റ വെരി വെരി സ്മോൾ ആണ്. ആ രീതിയിൽ വരുമ്പോഴത്തേക്ക് സൈൻ തീറ്റ ആവും, കോസ് തീറ്റ എന്താവും? 1 ആവും. ഇത് മിക്കവാറും എല്ലാ കണ്ടീഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാണ് അല്ലേ. തീറ്റയുടെ വാല്യൂ ചെറുതാകുമ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയാവും, കോസ് തീറ്റ എന്നുള്ളത് 1 ആകും. അപ്പോൾ അത് വെച്ചിട്ട് എം ജി എൽ പ്ലസ് കെ എ സ്ക്വയർ എന്ന് വരും. ഇത് തീറ്റ ഈക്വൽ ടു. അപ്പം നമുക്കറിയാം ഇതെന്നുകൊണ്ട് എന്തായി? നമ്മുടെ സിമ്പിൾ ഹാർമോണിക് ഇക്വേഷന്റെ ഫോർമുല തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0. ഇതാണല്ലോ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ആകുമ്പോൾ എന്ത് വരും? തീറ്റ ഡബിൾ ഡോട്ട് പ്ലസ് എം ജി എൽ പ്ലസ് കെ എ സ്ക്വയർ ബൈ
ml² ഈക്വൽ ടു അല്ല ഇൻറ്റു തീറ്റ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഈ ടേമാണ് അവിടുത്തെ ω_n² എന്നുള്ളത്. അതിൽ നിന്ന് ω_n ഈക്വൽ ടു √ ഈ ടേം എന്ന് കിട്ടും. ഇതാണ് നമ്മളുടെ ഇതൊന്നുകൂടി നോക്കിയാൽ മതി. മൊത്തം 3-4 നോക്കിയിട്ടില്ലേ? എല്ലാം ഒന്ന് പഠിച്ചോ.